5200 വർഷങ്ങൾക്കും വരെ ഈജിപ്തിലെ കണ്ടീഷൻ അല്ലെങ്കിൽ ഈജിപ്തിലെ അവസ്ഥ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരേ തുല്യത, ഒരേ അവകാശങ്ങൾ, ഒരേ ഈക്വാലിറ്റി ആയിരുന്നു. അതായത് പുരുഷന് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീ കുറച്ച് കുറവ്, അങ്ങനെ ഒരു സെറ്റപ്പ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേ അവകാശങ്ങളായിരുന്നു ഈജിപ്തുകാർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സമ്പാദിക്കുന്ന കാര്യത്തിൽ പോലും അച്ഛൻ്റെ സമ്പാദ്യം മകനും അമ്മയുടെ സമ്പാദ്യം മകൾക്കും എന്നുള്ള രീതിയായിരുന്നു. ഇന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലൊക്കെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെയുള്ള പല കാര്യത്തിലും ചിന്താഗതിയോടെ എങ്ങനെയായിരുന്നു. കുടുംബത്തിൽ മെയിനായിട്ട് ഒരു താത ഉണ്ടാവും, മോസ്റ്റ്ലി പുരുഷനായിരിക്കും. പിന്നെ ആൾ തട്ടിപ്പോയി ആ ഒരു സമ്പാദ്യമാണ് പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല ആൾക്കാർക്കും കൊടുക്കുന്നത്. എന്നാൽ ആക്ച്വലി അക്കാലത്ത് അത് 5200 വർഷങ്ങൾക്ക് മുമ്പ് കാരണം ആലോചിക്കുക, അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഇത് നിസ്സാരമായിട്ട് സമ്പാദിക്കുന്ന കാര്യം മുതൽ എല്ലാ കാര്യത്തിലും അത്രമാത്രം ഈക്വാലിറ്റിക്ക് അവർ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം ഒരു സംഭവം കൂടി കൂട്ടിച്ചേർത്ത് ഇതോടൊപ്പം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് പല ആൾക്കാരായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു ഡിസ്കഷനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ അത്തരത്തിൽ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇന്നും ഒരു പൊട്ടക്കണച്ചിൽ വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. സോ അവരൊക്കെ മാറി ചിന്തിക്കട്ടെ അല്ലേ.